നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരള ബി.ജെ.പി. കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. കാരണം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വരുന്ന തെരഞ്ഞെടുപ്പുകൾ നിർണായകമാണ്. പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നു കഴിഞ്ഞു. ഉടൻ തന്നെ ഭാരവാഹി പ്രഖ്യാപനമുണ്ടാകും എന്ന് വാർത്തകളും വരുന്നുണ്ട്. പുതിയ ഭാരവാഹികളെ കൂടി പ്രഖ്യാപിക്കുന്നതോടുകൂടി വികസനം എന്ന ഒറ്റ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് കേരളം പിടിക്കാൻ ബി.ജെ.പി. ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേരളത്തിലെ ബി.ജെ.പി. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ക്രമാനുഗതമായി വോട്ട് വർദ്ധിപ്പിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. വോട്ട് വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഒരിക്കലും കേരളത്തിൽ ഒരു സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്ന ധാരണയുള്ളിടത്ത് പല പഞ്ചായത്തുകളിലും, പല മുനിസിപ്പാലിറ്റികളിലും, പല കോർപ്പറേഷനുകളിലും, നിയമസഭയിലും ലോക്സഭയിലും വരെ എത്തിപ്പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരിക്കലും കേരളത്തിലൊരു അക്കൗണ്ടും തുറക്കില്ല എന്ന് പറഞ്ഞിടത്തു നിന്നാണ് ബി.ജെ.പി. ഈ നിലയിലേക്ക് ഇപ്പോൾ വളർന്നിട്ടുള്ളത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി 5 സീറ്റെങ്കിലും നിയമസഭയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ എ ക്ലാസ് മണ്ഡലങ്ങൾ നിരവധിയുണ്ട്. പലപ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ബി.ജെ.പിക്ക് സീറ്റ് കിട്ടുന്നതിന് വിഘാതമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇടതും വലതും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും രാഷ്ട്രീയവും തന്നെയാണ്. കേരളത്തിൽ ബി.ജെ.പി. ഒറ്റക്കെട്ടായി മത്സരിക്കാൻ ഇറങ്ങുന്ന അല്ലെങ്കിൽ എ ക്ലാസ് മണ്ഡലങ്ങളിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറിച്ചുകൊണ്ട് ഇത്രയും കാലം അവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ട് ഇടതും വലതും മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അതിനുള്ള സാധ്യതകൾ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി വരുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ CPM-ന് കോൺഗ്രസിനെയോ കോൺഗ്രസിന് CPM-നെയോ സഹായിക്കാൻ കഴിയില്ല. അവിടെയാണ് ബി.ജെ.പിക്ക് നിർണായകമാകുന്നത്. ഏതാണ്ട് 10 വർഷത്തിലേറെയായി ഭരണത്തിലെത്താൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മറിയുന്ന ഓരോ വോട്ടും നിർണായകമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് CPM-നോ CPM-ന് കോൺഗ്രസിനോ വോട്ട് മറിച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ കഴിയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ബി.ജെ.പിക്ക് ഗുണകരമാക്കാനാണ് ഇനി ബി.ജെ.പിയുടെ നേതൃത്വവും ശ്രമിക്കേണ്ടത്. പരമാവധി മാറി നിൽക്കുന്ന, പരമാവധി കൂടെ കൂട്ടാൻ കഴിയുന്ന എല്ലാ പ്രവർത്തകരെയും, പുറത്തുനിന്ന് വരാൻ കഴിയുന്ന പ്രവർത്തകരെയും ഒക്കെ ചേർത്തുകൊണ്ട്, മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വരാനുള്ളവരെയും ഒക്കെ ചേർത്തുകൊണ്ട് ഫലപ്രദമായി മുന്നേറാൻ കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന തെരഞ്ഞെടുപ്പുകളിലൂടെ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി വരാൻ പോകുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ഒരു കളമൊരുക്കണം ബി.ജെ.പി. എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കമുള്ളവർ പറയുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. വീട് വീടാന്തരം ബി.ജെ.പി. പ്രവർത്തകർക്ക് കയറി ചെന്ന് ക്യാമ്പയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഉടൻ തന്നെ 6 മാസത്തിനുള്ളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്നതോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രവർത്തനങ്ങൾ അതുപോലെ നിലനിർത്തിയാൽ നിയമസഭയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഏതായാലും ഇന്ന് അമിത്ഷാ കേരളത്തിലേക്ക് എത്തുകയാണ്. നാളെ ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനമാണ്. തിരുവനന്തപുരത്ത് വലിയ സന്നാഹങ്ങളോടെ കഴിപ്പിച്ചിട്ടുള്ള ബി.ജെ.പിയുടെ സംസ്ഥാന ഓഫീസ്, ആ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിനായാണ് അദ്ദേഹം വരുന്നത്. നേരത്തെ ഒരു പാലുകാച്ചൽ ചടങ്ങും ഗൃഹപ്രവേശവും ഒക്കെ നടത്തിയതാണ്. ഇപ്പോൾ അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് നടക്കാൻ പോകുന്നത്. വലിയൊരു ഓഫീസ് തന്നെ. ഒരുപക്ഷെ കേരളത്തിൽ മുഖ്യമന്ത്രി ഉണ്ടായാൽ ഒരു ദീർഘ വീക്ഷണത്തോടു കൂടി ചെയ്തിരിക്കുന്ന ഒരു ഓഫീസാണ്. ഏതെങ്കിലും കാലത്ത് ബി.ജെ.പിക്ക് ഭരിക്കാനൊരു സംവിധാനം ഉണ്ടായാൽ അതിനുള്ള സംവിധാനം വരെ ഒരുക്കിയിട്ടുള്ള അത്യന്താധുനിക സൗകര്യങ്ങളുള്ള ഒരു ഓഫീസ് തിരുവനന്തപുരത്ത് മാരാർജി ഭവൻ സജ്ജമായിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിനായി അമിത്ഷാ കേരളത്തിലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ഓരോ പ്രവർത്തകരും ഉള്ളത് എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നു. കേരളത്തിലെ ബി.ജെ.പിയുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ വളർച്ചയിൽ നിർണായകമായ എല്ലാ ഘടകങ്ങളും, അതിനുമപ്പുറം ചില രാഷ്ട്രീയ കാരണങ്ങളും മോദിയുടെ ഭരണ മികവുമൊക്കെ ചർച്ചാ വിഷയമാകാനുള്ള സാധ്യതയാണ് വരുന്ന തിരഞ്ഞെടുപ്പുകളിലുള്ളത്. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പും യഥാർത്ഥത്തിൽ വിശ്വപൗരനായിരുന്ന കോൺഗ്രസ് നേതാവായ ശശി തരൂർ പോലും മോദിയെ അനുകൂലിക്കുകയും മോദിയുടെ ഭരണ നേട്ടങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും കേരളത്തിലെ ജനങ്ങളിലും നല്ല മാറ്റമുണ്ടാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കോൺഗ്രസിൽ വലിയ അസ്വസ്ഥതയുണ്ട് ശശി തരൂരിൻ്റെ ചില പ്രസ്താവനകളിൽ. പക്ഷേ ആ അസ്വസ്ഥതകൾ കൊണ്ട് കാര്യമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ശശി തരൂർ കൃത്യമായി വ്യക്തമായി രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നിടത്താണ് അതിൻ്റെ പ്രസക്തിയുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം
അതിനു മുമ്പും അതിനുശേഷവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ അത് നരേന്ദ്രമോദിയുടെ ഭരണമികവിനെ എടുത്തു കാട്ടുന്നത് തന്നെയാണ്. എതിരാളികളെ കൊണ്ട് പോലും തൻ്റെ ഭരണമികവ് പറയിപ്പിക്കാൻ എതിരാളികളെ കൊണ്ട് പോലും തൻ്റെ ഭരണമികവ് എന്താണെന്ന് പറയിപ്പിക്കാൻ കഴിയുന്ന നേതാവായി നരേന്ദ്രമോദി മാറിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. വിദേശ പാർലമെന്റിലടക്കം 17 തവണയാണ് പല വിദേശ പാർലമെന്റുകളിലും അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. മൊത്തം പ്രധാനമന്ത്രിമാർ സംസാരിച്ച ആ ഒരു എണ്ണം അദ്ദേഹം ഒറ്റയ്ക്ക് പൂർത്തിയാക്കിയിരിക്കുന്നു. ലോകരാജ്യങ്ങൾ അദ്ദേഹത്തെ ഒരു നേതാവായി കണക്കാക്കിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ ആത്മാവും യശസ്സുമൊക്കെ ഉയർന്നിരിക്കുന്നു. ഭാരതത്തിൻ്റെ അന്തസ്സ് മറ്റു രാഷ്ട്രങ്ങളുടെ മുന്നിൽ വാനോളം ഉയർന്നിരിക്കുകയാണ്. തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന മറ്റു ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പോയി തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഘടകമായി അദ്ദേഹം മാറിയിരിക്കുന്നു. ഓരോ പൗരനും തങ്ങളുടെ രാജ്യത്തിനൊരു നാഥനുണ്ടെന്നും ആ നാഥൻ തങ്ങളെ കാത്തുരക്ഷിക്കുമെന്നുമുള്ള പൂർണ്ണ ഉത്തമ വിശ്വാസത്തോടു കൂടി ഏതൊരു രാജ്യത്തും പോയി പ്രവർത്തിക്കാമെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് നരേന്ദ്രമോദിയാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഭരണ മികവ് തന്നെയായിരിക്കും വരുന്ന തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുക. ഇത്രയും കാലം അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നവർ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ശശി തരൂർ അടക്കമുള്ളവ അത് തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലേക്ക് തന്നെ എത്താനുള്ള സാധ്യതകൾ BJP വീണ്ടും അധികാരത്തിലേക്ക് എത്തും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ്. കേരളത്തിലും വലിയ മാറ്റമുണ്ടാക്കാനുള്ള ഒരു ശുഭ സൂചനകൾ അത് നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല.